ഹലോ ഗായ്സ്, ലെറ്റ്സ് മേക്ക് കപ്പ ബിരിയാണി. അപ്പൊ എന്തെല്ലാം, വാ നമുക്ക് പോവാം. ആദ്യം തന്നെ 1 കിലോയുടെ ബീഫാണ് ഞങ്ങൾ മേടിച്ചത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തങ്ങ് സെറ്റാക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകണം. നമ്മളിത് ലൈവായി പോയി കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നതാണ് ഗായ്സ്. അതുകൊണ്ട് നല്ല ഫ്രഷ് ബീഫാണ് കേട്ടോ. എന്നാൽ നമ്മൾ 4-5 വെള്ളത്തിൽ കഴുകാൻ മറക്കല്ലേ. ഒരു 4-5 വെള്ളത്തിൽ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലിടാം. ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഉള്ളി എടുത്ത് തോടൊക്കെ ചെത്തി കഴുകി കുനുകുനാന്ന് അരിയണം. അത് കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നമുക്ക് അരച്ചൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് പ്രഷർ കുക്കർ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അതും ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ മസാല കൂട്ടുകൾ ഇടാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത്. ഒരു വലിയ തക്കാളി എടുക്കണം. ഒരെണ്ണം മതിയേ. അതിനെ നമ്മൾ നല്ലപോലെ കഴുകി ഇതുപോലെ കുനുകുനാന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലായിരുന്നോ, ആ ഉള്ളി ഇതിലോട്ടിടാം. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇട്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അത് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അയ്യോ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഉപ്പിട്ടത്? അതെന്തിനാന്നറിയോ ആക്ച്വലി? ഈ ഉപ്പിട്ടാ ഉള്ളി പെട്ടെന്ന് വരണ്ട് കിട്ടും. അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ വരട്ടണം. എന്തിനാന്നറിയോ? പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ നല്ല ഒരു സ്മെല്ല് അവിടെ കിട്ടും. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ഒരു മണമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മസാലപ്പൊടി ഇടണം. ഗരം മസാലയാണ് കേട്ടോ. നല്ലപോലെ വരട്ടിയെടുത്താലേ ആ പച്ചമണമൊക്കെ മാറി കിട്ടുള്ളൂ. ആ, നല്ല മണമുണ്ട് കേട്ടോ ഗായ്സ്. ഈ മണം അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും വയ്യ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടായിരുന്നു കേട്ടോ. അതിട്ടിട്ട് നല്ലപോലെ വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ബീഫ് തന്നെ അതിൻ്റെ അകത്തോട്ട് ഇടാം. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? അതാണ് കരിവേപ്പല. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഇട്ടിട്ട് ബീഫും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഗായ്സ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഈ ബീഫ് ഒന്ന് റെഡിയായി സെറ്റായി വരും. ഇനി നമുക്ക് നമ്മൾ കപ്പ ബിരിയാണി എന്നല്ലേ പറഞ്ഞത്, ഇനി നമുക്ക് കപ്പ എടുത്ത് അരിയാം. അതും നമ്മൾ ബീഫ് മേടിച്ചപ്പോൾ വാങ്ങിച്ച കപ്പയാണ് കേട്ടോ. അപ്പൊ അതും നല്ല ഫ്രഷ് കപ്പയാണ്. നല്ലപോലെ കപ്പ അരിഞ്ഞ് കഴുകി എടുത്ത് നമുക്ക് ചെത്തിയെടുക്കാം. നമ്മളെ കപ്പ വേവിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിലാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വേവും. പിന്നെ വേറൊരു കാര്യം വിട്ടു കേട്ടോ, കപ്പയെ ഈ പറഞ്ഞതുപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകണം. എന്നാലേ അതിലുണ്ടായിരുന്ന മണ്ണും ചളിയും ഒക്കെ പോവും. അതുകൊണ്ട് 5-6 വെള്ളത്തിൽ കഴുകണം. ഇൻഡക്ഷൻ കുക്കർ ഓണാക്കി പാത്രം വെച്ചു, വെള്ളം ഒഴിച്ചു, ചൂടായി വന്നപ്പോഴത്തേക്കും കപ്പയെ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അയ്യോ, അപ്പോഴത്തേക്കും ഒരു വിസിൽ കേട്ടു, 2ാമത്തെ വിസിലും കേട്ടു കേട്ടോ. അങ്ങനെ അത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് അത് ആവി ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് വേവും. ഇതും ഇതിൽ കുറച്ച് ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം. കല്ലുപ്പാണേ ഞങ്ങൾ ഇടുന്ന കപ്പയ്ക്ക്. 2 സ്പൂൺ കല്ലുപ്പ് ഇട്ടു. അത് അപ്പോഴത്തേക്ക് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഫുള്ള് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി സെറ്റായി വരും. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കളയാം. ഈ വെള്ളമൊക്കെ കളഞ്ഞ് വന്നിട്ടല്ലേ നമുക്ക് കപ്പ കിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അതാ നോക്കിയേ, നമ്മളെ ബീഫ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാനായിട്ട്. മിക്സ് ചെയ്യുക, ഒരിക്കൽ കൂടി വെന്താന്ന് നോക്കുക. വെന്താന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മല്ലിയില ഇടണം കേട്ടോ. മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിനി ഒരിക്കൽ കൂടി ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു, നമ്മളെ ബീഫ് അതിലോട്ടിട്ടു. എന്നിട്ട് അതിൽ ബീഫ് ഇട്ട് അപ്പോഴത്തേക്ക് പിന്നെയും ഒന്നൊന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കണം ഗായ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി അതിലുള്ള ഗ്രേവി വറ്റിയിട്ട് വേണം കപ്പ ഇടാൻ, അല്ലെങ്കിൽ തിക്നെസ് കിട്ടത്തില്ല കേട്ടോ. ഇനി നമുക്ക് കപ്പ ഇടാം. ഇതിന്റെ പുറത്തൂടെ നമ്മൾ കപ്പ ഇട്ട് നല്ലതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ പരട്ടുക എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം നമ്മളെ കൊണ്ട് പരട്ടാൻ പറ്റും അത്രത്തോളം മാക്സിമം നമ്മൾ അതിനെ യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നല്ലതുപോലെ യോജിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് അതിൻ്റെ ആ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് വരത്തുള്ളൂ. ആ ഗ്രേവിയൊക്കെ അങ്ങ് ഇറങ്ങി സെറ്റായി ഡ്രൈ ആയി കിട്ടും. പിന്നെ ഉണ്ടല്ലോ ഗായ്സ്, ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്. എന്റെ വ്ലോഗിൽ ഞാൻ ഇനി മുതൽ ഫുഡ് വ്ലോഗ്സും ട്രാവലിംഗ് വ്ലോഗ്സും ഒക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് എന്റെ ശല്യവും കൂടെ നിങ്ങൾ സഹിക്കണം കേട്ടോ. നമ്മളെ കപ്പ കൂട്ടാനും ബീഫ് കൂട്ടാനും കൂടെ അങ്ങോട്ട് ഇളകി ഇളകി ഇരിക്കുവാണ് കേട്ടോ. അതിന്റെ ഗ്രേവിയൊക്കെ ഇപ്പൊ എന്താ വറ്റി ഇച്ചിരി ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ നേരം മിക്സാക്കി ഇരുന്നാലേ അത് ഇച്ചിരി ഡ്രൈ ആവുള്ളൂ. പിന്നെ വേറൊരു കേസുണ്ട് കേട്ടോ. നമ്മളെ കപ്പ ഇച്ചിരി വേവാൻ കുറച്ച് താമസമായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ അല്ലേ, കുറച്ച് വേവ് കുറവാ. എന്നാലും നമ്മളത് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞ് മല്ലിയിലയിട്ട് സൂപ്പറാക്കി നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗായ്സ്. എന്നാണെന്തോ എനിക്ക് ഭയങ്കര മറവിയാ ഇപ്പൊ വന്ന്. ഓ, എന്നെ കൊണ്ട് ഇനി ഞാൻ തന്നെ തോറ്റു. അല്ല പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോ പ്ലേറ്റ് എടുത്തു. കപ്പ ബിരിയാണി അതിന്റെ പുറത്തു കൂടെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇനിയും വേറൊരു വീഡിയോ ഞാൻ വരാം.